അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്രലേഖയ്ക്ക് ആകെ വട്ട് പിടിക്കുകയാണ് കേട്ടോ. ചിക്കനും മട്ടനും കഴിച്ച് ശീലിച്ച ചന്ദ്രലേഖയ്ക്ക് ഈ ദോശയും ചമ്മന്തിയും കണ്ടപ്പോൾ പറ്റില്ല കേട്ടോ. അത് വേണ്ട പറയണം. അച്ചു അതിന് തക്ക മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ചന്ദ്രലേഖ പറയുകയാണ്, ഇവനെ ആരാന്നറിയോ ഈ അച്ചു? ഞങ്ങളുടെ വീട്ടിലത്തെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോഴാണ് ഇവൻ ഈ നിലയിലെത്തിയത്. ഇവൻ ആ ഒരു ഓർമ്മയൊന്നും ഇവനില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ അവിടുത്തെ പോലീസുകാർ പറയുന്നുണ്ട്, നമുക്ക് മിണ്ടാതിരുന്നോ, ഞങ്ങളുടെ സാറിനെ മറ്റേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ശരിയാക്കി തരും എന്നിങ്ങനെ പറയാൻ കേട്ടോ. അതിനുശേഷം മൂന്തനെയും കൊണ്ട് അർച്ചന അമ്പാട്ടിലേക്ക് വരികയാണ് കേട്ടോ. അവരെ കണ്ടതും തന്നെ ചിന്നു രമ്യ ഓടി വന്ന് ചോദിക്കുകയാണ്, എന്തായി അമ്മേ, കേസൊക്കെ എന്തായി എന്ന് ചോദിക്കുകയാണ്. കുഞ്ഞമ്മാമൻ ഇനി മൂന്തമാമനെ അറസ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഒരിക്കലും ഇല്ല, അവൻ ഇവിടുത്തെ ഇതിലെ കേസിലെ മാപ്പുസാക്ഷി മാത്രമാണ്. ചന്ദ്രയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അവിടെ ചന്ദ്ര അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ പോലീസുകാരുടെ മുൻപിൽ ഭയങ്കര കളികളൊക്കെ കളിച്ചു എന്നെല്ലാം പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ രമ്യയ്ക്കും ചിന്നുവിനും ഭയങ്കര സന്തോഷമാവും. അർച്ചന ഇതെല്ലാം വന്ന് പറയുന്ന സമയത്ത് രുക്കും മഞ്ജു മാറി നിൽക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് മൂന്തം പറയുന്നുണ്ട്, രമ്യ പറയുകയാണ്, ഞാനും മൂന്തേട്ടനും എത്രമാത്രം വിഷമിച്ചു എന്നറിയോ ഈ കേസിൽ. ഏതായാലും ശരി, അനുഭവിച്ചവർക്കേ അത് അറിയുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. വെറുതെ അല്ല ചേച്ചി പറയുന്നത്, തെറ്റ് ചെയ്തവനെ ശിക്ഷ കിട്ടുള്ളൂ എന്ന് ഇതൊന്നും അത് മനസ്സിലായി എന്ന് പറയണം കേട്ടോ. പെട്ടെന്ന് തന്നെ രുക്കും മഞ്ജുവും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. എന്തായി എന്ന് ചോദിച്ചിട്ട് മൂന്നിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്തായി ചോദിക്കാൻ കേട്ടോ. അതേസമയം അർച്ചന പറയുകയാണ്, ചന്ദ്രയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. അയ്യോ, ഞങ്ങളൊന്നും അറിഞ്ഞില്ല, ഈ ചേച്ചി എന്ത് പണിയാണ് ചെയ്തത്, എനിക്കും കൂടി നാണക്കേടായി എന്ന് രുക്കു പറയണം കേട്ടോ. അതേ സമയത്ത് മഞ്ജു രുക്കുവിനോട് ചോദിക്കുക, എന്ത് പണിയാണ് നിൻ്റെ ചേച്ചി ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്താ ചെയ്യുക, ഞാനും കൂടി അറിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ അർച്ചന പറയും, ഞാനിനി ബാക്കി കാര്യങ്ങളൊന്നും ഇവിടെ നടത്തിയ നാടകങ്ങളൊന്നും പറയണ്ടല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം അർച്ചന അകത്തേക്ക് പോവുകയാണ് കേട്ടോ. മൂന്തൻ എല്ലാവരോടും പോയിട്ട് പറയാണ്, ചന്ദ്ര അവിടെ ഒരുപാട് അട്ടഹാസങ്ങളൊക്കെ ചെയ്തു, പക്ഷെ പോലീസിൻ്റെ അടുത്തുണ്ടോ കളി നടക്കുന്നത്, അതിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഒരു നാടകം തന്നെയാണ് എന്ന് പറയണം. അതിനുശേഷം മൂന്തനും രമ്യയും കൂടി പോവുകയാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് മഞ്ജു രുക്കുവിനോട് ചോദിക്കുകയാണ്, രുക്കുവിന് എന്തെങ്കിലും പ്രശ്നങ്ങളാവുമോ, എനിക്ക് ആകെ മൊത്തം പേടിയാവുന്നു കേട്ടോ. നിൻ്റെ ഏട്ടൻ വക്കീലായിട്ടും കൂടി നടക്കാതെ ചന്ദ്രേച്ചി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ, എന്തായാലും ശരി, എനിക്ക് ആകെ പേടിയാവും. ചന്ദ്രേച്ചി രുക്കുവിൻ്റെ പേര് പറയും, രുക്കു എൻ്റെ പേര് പറയും, ഞാനിനി എന്ത് ചെയ്യും ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ചേച്ചി പേടിക്കേണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയണം. എൻ്റെ ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും, എൻ്റെ പേരെങ്ങാനും മറന്നു പോയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയണം കേട്ടോ. മഞ്ജു ആകെ ധർമ്മ സങ്കടത്തിലാവുകയാണ്. അതേസമയം അർച്ചനയുടെ റൂമിൽ പോയിട്ട് ചിന്നു ഇങ്ങനെ പറയണം, അമ്മേ, ആ JK അങ്കിളും അവരുടെ അമ്മയെക്കുറിച്ച് JK അങ്കിളും അമ്മയും ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്, അവരെ ഒന്ന് ഫോൺ ചെയ്താലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ആ ശരിയായി പറഞ്ഞിട്ട് ചിന്നു ഫോൺ ചെയ്യുകയാണ് കേട്ടോ. ഫോൺ ചെയ്തിട്ട് അർച്ചൻ്റെ കയ്യിൽ കൊടുക്കും. എന്താ മോളെ, എന്തായി കേസ്, ഞാൻ ഒരുപാട് വിഷമിച്ചു, ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു നിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്. നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിനക്ക് എന്നോട് പറയാം, എന്താ നീ ഒന്നും പറയാതിരുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. അതിനുശേഷം ഇപ്പോൾ മൂന്തൻ എന്തായി കേസിൻ്റെ കാര്യം എന്നെല്ലാം പറയണം. അർച്ചന എല്ലാം ടീച്ചറോട് പറയണം കേട്ടോ. ജയനോട് ഞാൻ പറഞ്ഞിരുന്നതാണ് ഒന്ന് പോയി അന്വേഷിക്കാൻ, പക്ഷേ അവൻ അങ്ങനെ ആരുടെ കാര്യത്തിലും ഇടപെടില്ല, അതുകൊണ്ടാണ് മോളെ വരാതിരുന്നത്. നിനക്ക് നിൻ്റെ ഒരു അമ്മയെ പോലെ എന്നോട് എല്ലാ കാര്യങ്ങളും പറയാലോ, നീ എന്തുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം അർച്ചന ടീച്ചറോട് പറയണം. അത് കേൾക്കുമ്പോൾ ടീച്ചർ പറയുമോ, എനിക്കിപ്പോൾ ഭയങ്കര സമാധാനമായി മോളെ എന്ന് പറയണം. പിന്നെ നിനക്ക് എന്തൊരു വിഷമം വന്നാലും നിനക്ക് നിൻ്റെ അമ്മയെ പോലെ എന്നോട് പറയാട്ടോ എന്ന് പറയുകയാണ്. അതിനുശേഷം സമാധാനമായി കിടന്നുറങ്ങും മോള് എന്ന് പറഞ്ഞതിന് ശേഷം ഫോൺ വെക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ചിന്നുവിനും ഭയങ്കര സന്തോഷമാവും, അവർക്ക് ഭയങ്കര സമാധാനമായി എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം അച്ചു റൂമിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും രുക്കു അങ്ങോട്ടേക്ക് വരികയുണ്ട് കേട്ടോ. അച്ചു എന്ന് വിളിക്കുകയാണ്, എന്താ നിലവിളിക്കുന്നത് ചോദിക്കും. നിനക്ക് എൻ്റെ ചേച്ചി എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ തോന്നി, നിൻ്റെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഈ നാടകങ്ങളൊക്കെ കളിച്ചത്, നമ്മൾ പോയപ്പോൾ അവർ 2 കൈയും നീട്ടി സ്വീകരിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം, സ്വീകരിച്ച കാര്യമൊന്നും പറയണ്ട, പഴയ കാര്യങ്ങളൊന്നും എന്നോട് ആവർത്തിക്കണ്ട രുക്കു എന്ന് പറയണട്ടോ. എന്ത് പഴയ കാര്യങ്ങൾ, നിനക്ക് ഒരു നന്ദിയില്ലാത്തതാണ് എന്ന് പറയണട്ടോ. നീ നിൻ്റെ ഏട്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ കേസ് ഫയൽ എവിടെ, അത് കാണിക്കുക,
ഉണ്ടായിരുന്നു, ഞാൻ നോക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. കേസ് ഫയലൊന്നും നിനക്ക് കാണിക്കണ്ട, നിൻ്റെ ചേച്ചി എവിടെ നിന്നാണ് മുക്കുപണ്ടം വാങ്ങിയതെന്നും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, അതിനാരൊക്കെയാണ് കൂട്ടുപ്രതിയെന്നും എനിക്കറിയാം, അവരെ തന്നെ അറസ്റ്റ് ചെയ്യും, എന്നാൽ നീ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്ന് പറയുകയാണ് കേട്ടോ. ഞാൻ ആരാണോ അത് തെറ്റ് ചെയ്തിരിക്കുന്നത് അവരെല്ലാം ഞാൻ അറസ്റ്റ് ചെയ്യും, ഞാൻ ഒരു കാര്യവും അറിയാതിരുന്നിട്ടില്ല, നിൻ്റെ വീട്ടിൽ നിന്നാണ് ആ മുക്കുപണ്ടം വാങ്ങിയ കടലാസെല്ലാം കിട്ടിയത്, അല്ലാതെ മുകുന്ദേട്ടനല്ല എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. മുകുന്ദേട്ടനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നീ എൻ്റെ ചേച്ചിയെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് നിലവിളിക്കാൻ കേട്ടോ. നീ ഒരുപാട് നിലവിളിക്കേണ്ട കേട്ടോ, എല്ലാ കാര്യങ്ങളും എനിക്കറിയും, നീ ഭാര്യയാണെങ്കിലും ശരി ഞാൻ കേസിൻ്റെ പിന്നിൽ തന്നെ പോവുള്ളൂ, അല്ലാതെ ഒരു കേസ് ഉണ്ടാകുമ്പോൾ അതിലൊരു ശിക്ഷിക്കപ്പെടാൻ ഒരു നിരപരാധി ഉണ്ടാകും, ആ നിരപരാധി രക്ഷിക്കപ്പെടണം, അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അത് ഭാര്യയായാലും ശരി ആരായാലും ശരി ഞാൻ നീതിക്ക് നിരക്കാതെ ഒന്നും ചെയ്യില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അച്ഛനാകെ ദേഷ്യം വരികയാണ് കേട്ടോ. രുക്കു എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ നോക്കിക്കോ, കോടതിയിൽ നിന്നെ എൻ്റെ ചേട്ടൻ നിന്നെ പൊരിക്കുമെന്ന് പറയണം കേട്ടോ. നീ ആദ്യം അയാളുടെ മാനം പോയത് രക്ഷിക്കുകയോ അതോ നിൻ്റെ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി പൊരിക്കുകയോ എന്ന് ചെയ്യും, നീ നിലവിളിക്കാതെ ഞാൻ എന്താണോ ശരി അതിനെ ചെയ്യുള്ളൂ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ രുക്കുവിന് ആകെ ദേഷ്യം വന്ന് കലി കയറുകയാണ് കേട്ടോ. അതേ സമയത്ത് വിജയശങ്കറിനോട് ആര് ചോദിക്കണം, അച്ഛാ അമ്മ എവിടെ എന്ന് ചോദിക്കണം. അമ്മ പോലീസുകാർ വന്നപ്പോൾ ജാമ്യം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞ കാരണമല്ലേ അമ്മയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്, എന്തായി എൻ്റെ അമ്മയുടെ കാര്യം എന്തായി എന്ന് ചോദിക്കണം കേട്ടോ. അതേസമയം വിജയശങ്കർ പറയുന്നുണ്ട്, അവിടെ കേസിന് പോയപ്പോൾ ജാമ്യം കിട്ടുമായിരുന്നു മജിസ്ട്രേറ്റ് അവിടെ നിന്ന്, അതിൻ്റെ ഇടയിൽ അർച്ചന വന്നു എന്ന് പറയുന്നത്, എങ്ങനെയാണ് അവിടെ അർച്ച വന്നത്, അച്ചു വിളിച്ച് പറഞ്ഞതായിരിക്കും എന്നിങ്ങനെ പറയാൻ കേട്ടോ. അതേസമയം വിമല പറയുന്നുണ്ട്, മോദിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ അവർ എത്രമാത്രം വിഷമം അറിഞ്ഞു, അതുകൊണ്ടായിരിക്കും അവരുടെ കാര്യങ്ങളെല്ലാം അവർ ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോൾ സത്യനാകെ ദേഷ്യം വരികയാണ് കേട്ടോ. നീ കയറി പൂടി അകത്ത് എന്നിങ്ങനെ പറയണം, എന്നാൽ നിങ്ങൾ എന്നെ അടിച്ചോളൂ, ഞാൻ ഉള്ള കാര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞോളൂ എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ ആര്യ പറഞ്ഞിട്ട്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയുക, എൻ്റെ അമ്മയുടെ കാര്യം എന്തായി എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം വിജയശങ്കർ പറയുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ, 4 ദിവസം കോടതി ലീവാണ്, അത് കഴിഞ്ഞിട്ടേ അമ്മയെ എന്തെങ്കിലും കോടതി ജാമ്യം കിട്ടുകയുള്ളൂ, അതിനനുസരിച്ചിട്ടേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു കേട്ടോ. അതേസമയം വിജയശങ്കറോട് ആര്യയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ, അച്ഛനാണ് ഈ ചതി ചെയ്തത് അമ്മയോട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം മഞ്ജു ഇങ്ങനെ മുറ്റമടിക്കണം കേട്ടോ. ആ സമയത്ത് പേപ്പർ കാണുന്നുണ്ടാവും, പേപ്പറിൽ മറ്റേ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവുമോ എന്നറിയില്ലല്ലോ, എന്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് മഞ്ജു പേപ്പർ എടുത്ത് നോക്കുമ്പോൾ അതിൽ ചന്ദ്രലേഖയുടെ ഫോട്ടോ കാണും കേട്ടോ. അത് കണ്ടപ്പോഴാകെ മഞ്ജു ആകെ ഞെട്ടിപ്പോവുകയാണ്.